black encircling the white. Cartoon, as Madhavan sir also rightly said in the documentary, it is a protest art. Basically, കല്ലെടുത്തെറിയുന്ന ഒരു സ്വഭാവമാണ് കാർട്ടൂണിൻ്റെ. ഒരു നല്ല ഭംഗിയുണ്ടെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനലുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് വിടാൻ കല്ലെടുത്തെറിയാന്നുള്ളതാണ് ഒരു കാർട്ടൂണിസ്റ്റ് പ്രാഥമികമായ ഒരു ദൗത്യം. അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ആർട്ടുണ്ട്. ഇസ് ഇറ്റ് വെരി കണ്ടമറേറ്റീവ് ടൈറ്റിൽ, ബ്ലാക്ക് എൻസർക്ലിംഗ് ദ വൈറ്റ് എന്ന് പറയുന്നത്. Well, actually, ആ ഇന്റർവ്യൂവില് ഒന്ന് പറഞ്ഞിട്ടുള്ള ആ പോർഷൻ, ഇറ്റ് വാസ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് അവർ സെഷൻസ് ഓഫ് ഇന്റർവ്യൂ സീരീസ് ഓഫ് ഡേയ്സ് ഓഫ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. എനിക്ക് തോന്നുന്നു ഒരു സമ്മറി പോലെയാണ് ഇത് വന്നത്. അതിനകത്ത് ആസ് എൻ ആർട്ടിസ്റ്റ് എങ്ങനെയാണ് ആ ഫോമിനെ അദ്ദേഹം കാണുന്നത്, എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വളരെ ജിസ്റ്റ് പോലെ എനിക്ക് തോന്നി. സോ ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് ഇസ് ക്വൈറ്റ് അബ്സ്ട്രാക്ട്. ഇൻ മെനി വേസ് യു ക്യാൻ ഇന്റർപ്രറ്റ് ദാറ്റ് ഗ്രാഫിക്കലി ആസ് വെൽ ആസ് തീമാറ്റിക്കലി, socially, politically, എല്ലാം അത് ചെയ്യാവുന്നതാണ്. സോ ഐ തോട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ബ്രോഡ് ആൻഡ് ഇറ്റ്സ് ഹിസ് ഓൺ, ഇറ്റ്സ് ഫ്രം ഹിസ് ഓൺ വേർഡ്സ് അല്ലേ? അത് ഏതാണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. ആ വർത്തമാനം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന ഒരു ചിന്തയാണത്. അങ്ങനെ ഒരു പ്രത്യേക പദ്ധതി ഒന്നും വെച്ചിട്ടല്ല നമ്മൾ വരയ്ക്കുന്നത്. പക്ഷെ നമ്മൾ ഫ്രീ ആയിട്ട് വരയ്ക്കുന്ന എപ്പോഴും സ്കെച്ച് ചെയ്യുമ്പോഴാണ്, കാർട്ടൂൺ ചെയ്യുമ്പോഴല്ല. കാർട്ടൂൺ ചെയ്യുമ്പോൾ ഐഡിയ ചെയ്യാനുള്ള സ്ട്രെസ് ഉണ്ട്. ഇപ്പോൾ റോട്ടിലിറങ്ങി കൊച്ചി ഞാൻ വരയ്ക്കുമ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല, കണ്ടത് വരച്ചാൽ മതി. അപ്പോൾ മൈൻഡ് ഇസ് നോട്ട് അറ്റ് വർക്ക്, കണ്ണും കയ്യും മാത്രമേ ഉള്ളൂ. അങ്ങനെ വരയ്ക്കുമ്പോഴാണ് ഈ വരയുടെ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടെടുക്കുക. അപ്പോൾ സ്കെച്ച് ചെയ്യുന്നതാണ് എൻ്റെ R&D മൈ കാർട്ടൂണിൽ. കാർട്ടൂൺ വരച്ചുകൊണ്ടേ ഇരുന്ന യാന്ത്രികമായിട്ട് നമ്മൾ ഒരേ സാധനം ആവർത്തിച്ച് അതിനോട് ജടിലത വരുന്നതാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ കുറച്ചൊരു സ്ട്രോങ് സ്റ്റൈലിലേക്ക് വിജയം ഇറങ്ങും. അപ്പോൾ ഇത് റിഫൈൻ ചെയ്യാറുണ്ട് പുറത്തിറങ്ങി വരച്ചിട്ട്. പുറത്തിറങ്ങി വരയ്ക്കുന്ന കാർട്ടൂണിസ്റ്റുകളുണ്ട്, വരയ്ക്കാത്തവരുണ്ട്. എന്നോട് വരയ്ക്കാൻ പറഞ്ഞത് പുറത്തിറങ്ങി വരയ്ക്കാത്ത വിജയനാണ് പുറത്തിറങ്ങി വരയ്ക്കാൻ പറഞ്ഞത്. അതിന് ചില ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഗുണം ഇതാണ്, അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ലൈൻസ് എങ്ങനെയൊക്കെയോ മാറും. പിന്നെ പുതുതായിട്ട് കാണുന്ന രൂപങ്ങളെ നമ്മൾ ലൂസായിട്ടുള്ള വര കൊണ്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കാരിക്കേച്ചർ കുറച്ചുകൂടി ബ്രോഡ് ബേസ്ഡ് ആകും. ഇന്ത്യയിൽ ആവശ്യമാണ്. കാരണം നമ്മളൊരു സബ് കോണ്ടിനെൻ്റൽ സ്കെയിലുള്ള ഇത്തിരി ഫേസസ് ആണ് ഇന്ത്യയിൽ ഹാൻഡിൽ ചെയ്യണത്. അമേരിക്കൻ കാർട്ടൂണിസ്റ്റ്, ഒരു മേജർ കാർട്ടൂണിസ്റ്റ് 5 മുഖം വെച്ച് 5 കൊല്ലം 4 സീൻസ്. ഒരു പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് വരില്ല, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, പിന്നെ അപ്പുറത്ത് റഷ്യയിലോ ചൈനയിലുള്ള നേതാവ്. നമുക്കങ്ങനെ പറ്റില്ല. നമുക്ക് പരസ്പരം ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഒരു ഫെഡറേറ്റഡ് ക്വാളിറ്റിയാണ്. ആരും വാർത്തയിൽ നടന്നു വെക്കാം. ആന്റണിയുടെ മകൻ വരെ, അനിൽ ആന്റണി തൊട്ട് മോദി വരെ കയറി വരാം. ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഈ സബ് കോണ്ടിനെൻ്റൽ റേഞ്ച്, എത്നിക് റേഞ്ച് വരയിൽ കിട്ടണം. അത് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മുഖച്ഛായ പിടിക്കണമെങ്കിലും പഠിക്കണം. ദാറ്റ്സ് വൺ വേ. അപ്പം ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ അത് ചെയ്യാൻ എൻ്റെ ഈ അതിൻ്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ഈ അമൂർത്തമായ ആശയം അബദ്ധത്തിൽ അവതരിപ്പിച്ചത്. പിന്നെ ഞാൻ ഗോകുലിനോട് പറഞ്ഞ എനിക്ക് ചെറിയൊരു അമെൻമെന്റ് ഉണ്ട്. കല്ലെടുത്ത് എറിയുക എന്ന് പറഞ്ഞാൽ ചാക്കിയത് എറിയുന്നവരുള്ളതാണ്. കല്ലില്ല, കല്ലുണ്ടെന്ന് തോന്നിപ്പിക്കണം, പട്ടി ഓടണം. കാർട്ടൂൺ itself is a very liminal ആയിട്ടുള്ള ഒരു ആർട്ടിഫാക്റ്റാണ് സത്യം പറഞ്ഞാൽ, especially political everyday cartoon, because it's a response to your everyday news, which often overtakes you by the end of the day. When you drawn by cartoon and you're sending it and then something else happens and whatever you've drawn is already overtaken by the news. When this is such a liminal object, because the next day something else comes in. So don't you find this balance between linearity and then there is a continuity of cartoon, because it appears in the front page, it appears in a certain place, it appears in a certain way, and then there is a tagline which or a name for it. So position everything, and then there is a conversation. So how do you balance this linearity and continuity? Because in a everyday cartoon. എങ്ങനെ നീന്തുന്നു ചോദിച്ചാൽ ഒരു നീന്തും ഒരാൾക്ക് മറുപടി പറയാൻ പറ്റത്തതുപോലെ ഇത് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ എൻ്റെ എഡിറ്ററുണ്ടോ ഇനിയോടെ ദാസാറിനെ പോലെയുള്ള സീനിയർ എഡിറ്റേഴ്സൊക്കെ നമ്മൾ കാർട്ടൂൺ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവരോട് ചോദിച്ചാലായിരിക്കും വ്യക്തമായിട്ട് മറുപടി കിട്ടുക. കാരണം വരയ്ക്കുമ്പോൾ അപ്പോൾ ടോപ്പ് ഓഫ് ദ ന്യൂസ് എന്ന് പറയുന്ന സാധനം നമ്മൾ വരയ്ക്കുകയും ഇപ്പോൾ വൈകുന്നേരം സന്ധ്യയൊക്കെ ആകുമ്പോൾ വാർത്ത മാറിയാൽ ഒന്നുകിൽ ഞാൻ തന്നെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ എൻ്റെ ന്യൂസ് റൂം വളരെ സെൻസിറ്റീവ് ടു കാർട്ടൂൺസാണ്.
ഇന്ത്യൻ എക്സ്പ്രസിലെ ന്യൂസ് റൂം. അതൊരു അമൂല്യമായ ന്യൂസ് റൂം. ഞാൻ ന്യൂസ് റൂം ടീച്ചറാണ്. എനിക്ക് ന്യൂസ് റൂം വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആ ന്യൂസ് റൂമിൽ ആരെങ്കിലും നമ്മളെ അകലെത്തി അവർ പെട്ടെന്ന് പേജ് എടുത്തൊക്കെ മനസ്സിലാവും ഇത് ഡേറ്റഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഐ മൈറ്റ് ലൈക്ക് ടു ചേഞ്ച് ഇറ്റ്. ഒരു നമ്മൾ വരച്ച ഇൻസിഡൻറ്റിനോട് റിയാക്ഷൻ വന്നാൽ എംഫസിസ് മാറില്ല. അപ്പോൾ പോലും നമ്മുടെ കാർട്ടൂൺ മാറാം. ആ പോസിബിലിറ്റി ഉപയോഗിക്കുന്ന ടെക്നോളജി ഇപ്പോൾ ഉണ്ട്. ഇല്ലാത്ത കാലത്ത് നമ്മൾ വരച്ച് ഡ്രൈവ് ചെയ്ത് കൊണ്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട. നമുക്ക് ബിറ്റ്വീൻ ലേറ്റ് സിറ്റി മറ്റേ എഡീഷനും ഒക്കെ മാറ്റാം. ബിറ്റ്വീൻ എഡീഷൻസ് യു കൻ അപ്ഡേറ്റ് കാർട്ടൂൺ. അതിന് ടെക്നോളജി ഇന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോംബെയിലൊക്കെയുള്ള മഞ്ജുളൊക്കെ കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ വരയ്ക്കാറുണ്ട് പാഡിൽ. കുറേ സമയം കമ്മ്യൂട്ട് ചെയ്തല്ലേ ഇപ്പോൾ എല്ലാവരും ജീവിക്കും. നമ്മൾ 1-2 മണിക്കൂർ ട്രെയിനിൽ ചിലവഴിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വല്ല വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ചുമ്മാ പാഡിൽ വരച്ച് വരയ്ക്കാൻ പറ്റും. For coming to changing technology and its effects on cartoons, I would really like to congratulate the Indian Express front page, those who are behind the front page, because it's a very special front page. Cartoon is used as a രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇറ്റ്സ് ഓഫൺ എ കമന്റ് ദാറ്റ് ഇറ്റ് ഇസ് എ ഫ്ലോട്ടിംഗ് പാനൽ ബേസിക്കലി. നോർമലി ഫോർ എ കണ്ടിന്യൂറ്റി cartoon is positioned somewhere in the newspaper regularly at some given space, that your eyes goes to that space every morning and it's part of your reading experience. But the Indian Express front page is very special in the sense it is often used as a hook between two കഴിഞ്ഞ ദിവസം തന്നെ and I think I called you up and spoke about it. It's a beautiful front page where രാഹുൽ ഗാന്ധിയുടെ ഇത് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ബിൽഗിസ് ബാനുവിന്റെ ലോങ് സ്ട്രഗിളിനെ കുറിച്ചും രണ്ടിന്റെ ഇടയിൽ കാർട്ടൂൺ വാസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദിസ് ടു news items, and which I think really was a comment on both these items together. How is it drawing on the front page of Indian Express? കുറെ കാലമായിട്ട് ചെയ്യുന്നതാണ്. ഉത്തരവാദിത്വമാണ്. വലിയ ഈ പറഞ്ഞ പോലെ അതിനെപ്പറ്റി ആലോചിച്ച പേടിച്ച് വരയ്ക്കില്ല. നമ്മൾ വാർത്തകൾ പ്രതികരിക്കാമെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഐ ആം ഫോക്കസ്ഡ് ഓൺ ദി ന്യൂസ്. പ്രതികരിക്കുമ്പോൾ ഏറ്റവും എഡിറ്റോറിയലി ഒരു കൊഹിയറൻ്റ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം ആൾക്കാർക്ക് മനസ്സിലാവണം. പിന്നെ ആവശ്യമില്ലാതെ തെറ്റായിട്ടുള്ള ഒരാളെ പിക്ക് ചെയ്യാതിരിക്കുക. ഈ കാടടച്ച് വെടിവെക്കുന്ന പരിപാടി ചെയ്യാതിരിക്കുക. എനിക്കൊന്ന് കാർട്ടൂൺ ഇസ് എ വെരി ഷാർപ്പ് ആർട്ട്. അതാണ് ഞാൻ എൻ്റെ ഗുരുക്കളിൽ നിന്ന് പഠിച്ചത്. എൻ്റെ ഗുരുക്കൾ അബോൺ വിജയനും ഒക്കെ ആയിരുന്നു. മോർ ദാൻ ഈവൻ കുരി സാർ ഇക്കാര്യത്തിൽ അവർ ഷാർപ്പായിട്ട് ടാർഗറ്റ് ചെയ്യും. അത് നല്ലൊരു കലയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാർട്ടൂൺ. അല്ലാതെ കാടടച്ച് വെടിവെക്കുന്നവരെ വെച്ചാൽ പെട്ടെന്ന് ഒരുപാട് റെസ്പോൺസ് കിട്ടും. പക്ഷേ യു വിൽ എൻഡ് അപ്പ് ഒഫൻഡിങ് പീപ്പിൾ ഹു യു ഡോണ്ട് വാണ്ട് ടു ഒഫൻഡ്. അല്ലെങ്കിൽ അത് ഇൻവേർട്ട് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഒരു നല്ല രാഷ്ട്രീയം മുഴുവൻ കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുകയും വളരെ ചീത്ത രാഷ്ട്രീയം വേറെത്തും ചെയ്യുന്നുള്ള നിലയ്ക്ക് ഈ ഡിബേറ്റിനെ ഡീവാല്യൂ ചെയ്യും. അതൊക്കെ ചെയ്യാൻ എനിക്ക് ഇത്രയൊക്കെ നോക്കിയാൽ സത്യത്തിലൊരു എഡിറ്റോറിയൽ ആർട്ടാണ്. അപ്പോൾ ആ രീതിയിൽ പോയാൽ ഏതാണ്ട് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. Second, to add to that, ഈ ഇന്റർവ്യൂവിലെ അദ്ദേഹത്തിൻ്റെ ആ പോർഷൻ ഉണ്ടല്ലോ, ഇത് കാർട്ടൂണിങ്ങിലെ ഒരു കലാപ്രവർത്തനം എന്നുള്ള ആ ഘടകം, അതിലേക്ക് ഉണ്ണിയെ സംസാരിപ്പിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. കുറേ നേരം സംസാരിച്ച ശേഷം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടോട്ടലി റെഫ്യൂട്ടഡ്. ഇത് ഞാനൊരു ജോലിയാണ് ചെയ്യുന്നത്, ആർട്ടൊന്നും അല്ലാത്ത രീതിയിൽ. പിന്നെ ഒരുപാട് അതിൽ ഡിഗ് ചെയ്തിട്ടാണ് അതിൻ്റെ നുവാൻസസിലേക്ക് വരുന്നത്. സോ യാ, ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ബിക്കോസ് രണ്ടുപേരും കൈകാര്യം ചെയ്യുന്ന ഒരു മീഡിയം ടൈം ആൻഡ് സ്പേസ്. കാർട്ടൂൺ ആണെങ്കിലും സിനിമയാണെങ്കിലും രണ്ടും കൈകാര്യം ചെയ്യുന്നത് and sound also. Sound is a very important element in cartooning because the story is often told by the sound. നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളെല്ലാം കാർട്ടൂൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റിൻ്റെ അതിൻ്റെ ഒരു ഒഴുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ശബ്ദം കേൾക്കുന്ന വായിക്കുന്ന ആളുടെ ചെവിയിലുണ്ടാകുന്ന ശബ്ദം കാർട്ടൂണിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്സ്റ്റ് എഴുതുന്ന സമയത്ത്. അപ്പോൾ ഹൗ വാസ് ഇറ്റ് മേക്കിംഗ് എ ഡോക്യുമെൻ്ററി ഓൺ സമയ ഒരു സ്പേസിനെ കുറിച്ചും ടൈമിനെ കുറിച്ചും ഉപയോഗിക്കുന്ന ഒരു ഞങ്ങൾ ആദ്യം തന്നെ ഒരു കൺസെൻസസ് വന്നത്,
ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഏറ്റവും കുറവുള്ള ഒരു ഡോക്യുമെൻ്ററി ആയിരിക്കുന്നത്. എവിടെ ജീവിച്ചു, ഇവിടെ നിന്ന് അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത്, അതിൻ്റെ കാര്യങ്ങൾ, ബയോഗ്രഫിക്കൽ ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഏറ്റവും കുറച്ച് ഒഴിച്ചിട്ടുള്ളത്. സോ ദാറ്റ് വി ക്യാൻ ഫോക്കസ് ഓൺ ദി ആർട്ട് ഓഫ് ദ ക്രാഫ്റ്റ് ഓഫ് ദ പൊളിറ്റിക്സ് ഓഫ് ഹിസ് വർക്ക്. ഇതേ പ്രോസസ്സായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ള. പണ്ട് ഞാൻ ദൂരദർശൻ്റെ ഭാഗമായിരുന്നപ്പോഴും അതിനുശേഷവും ചെയ്തിട്ടുള്ള 3-4 ഡോക്യുമെൻ്ററികൾ. ഒന്ന് ലോറി ബേക്കറെ കുറിച്ച് ആദ്യമായി ഡോക്യുമെൻ്ററി ചെയ്യുന്നതാണ്, പ്രൊഫൈൽ ഓഫ് ആർക്കിടെക്ട് എന്നുള്ളത്. അതിലായാലും അതിനുശേഷം ജി ശങ്കരപ്പിള്ള സാറിനെ കുറിച്ചിട്ട്, എൻ്റെ ഗുരുദാസനായിട്ടുള്ള ജി ശങ്കരപ്പിള്ളയെ കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി ചെയ്തു. എം ടി വാസുദേവൻ നായർ ജ്ഞാനപീഠം കിട്ടിയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ഫോർ ദ നാഷണൽ നെറ്റ്വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിലെല്ലാം ഈ അവരുടെ ഒരു ഇന്നർ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഒരു വർക്കിൻ്റെ ഒരു ലൈഫ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ജനസിസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നത്, എന്താണ് പറയുന്നത്, ഇത് അനലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു. സോ ഈ ആദ്യമേ നമ്മൾ തീരുമാനിച്ചതാണ് ഈ ഒരു മറ്റുള്ളവരുടെ ഒബ്സർവേഷനുകളിലൂടെ, പ്രത്യേകിച്ചും ഗോപാലകൃഷ്ണനെ പോലെ ഉണ്ണിയുടെ വർക്കുകളെ വളരെ ആഴത്തിൽ പഠിച്ച ഒരാളുടെ വാക്കുകളിലൂടെയും റിസർച്ചിലൂടെയും ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇതിനെ എങ്ങനെ ഒരു ഐഡിയാസിനെ പാക്ക് ചെയ്യുന്നൊരു ഫിലിമാക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു ഓറൽ എക്സ്പീരിയൻസും കൂടി ഇഫക്റ്റീവായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു മാൻഡേറ്റ് അരമണിക്കൂറിൽ ചെയ്യണമെന്നായിരുന്നു. And we want to talk about this art, the politics of it, the contemporary relevance of it, all that. അപ്പോൾ അതുകൊണ്ട് അത് സ്ട്രക്ചർ ചെയ്യുന്നതിലും എഡിറ്റ് ചെയ്യുന്നതിലൊക്കെ വളരെ ശ്രദ്ധിച്ചത് ചെയ്യാൻ സാധിച്ചു. You spoke about tradition, so 2 things before that. I think you started in the Hindu newsroom where the block printing of cartoon was still there for a few years, and then offset came, and then later now on we have digital, and now some of the cartoons or some cartoons are primarily meant for digital platforms, especially news laundry. It's not. How does that production, creation, production, dissemination, consumption, and how does it affect your art? And you're one of the few people who still has that old school pen and paper kind of an art cartoonist still. So how does that? How this has changed? How this technology really impacted this art? Because you've been there for some 35 years. ഒരു വലിയൊരു വിശദമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. പണ്ട് ഞാനൊക്കെ ഹിന്ദുവിൽ തുടങ്ങിയ കാലത്ത് ബ്ലോക്ക് മേക്കിംഗ് ആണ്. ഇപ്പോൾ ബ്ലോക്ക് മേക്കർ ഒരു നല്ല ആർട്ടിസ്റ്റാണ്, നല്ല ആർട്ടിസ്റ്റാണ്. മിക്കവാറും ബ്ലോക്ക് മേക്കേഴ്സിന് നമ്മുടെ കാർട്ടൂൺ ഈ ലൈൻ ആർട്ട് ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവർ സീറ്റ് ആസ് എൻ ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ടോണത്തില്ല. പക്ഷെ അവർ ചില കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അതായത് ഒന്ന് ഈ ഒരുപാട് ബ്ലാങ്ക് സ്പേസ് വിട്ടാൽ, പണ്ടത്തെ കാർട്ടൂൺ ലക്ഷ്മണൻ്റെ ഒക്കെ കാർട്ടൂൺ ഒരു സ്ക്വയർ മില്ലിമീറ്റർ പോലും ഡീറ്റെയിൽ ചെയ്യാതെ ഇരിക്കില്ല. അതിൻ്റെ പ്രധാന കാരണം അങ്ങനെ പണ്ട് ബ്ലാങ്ക് സ്പേസ് വിട്ടാൽ അവിടെ പല കാർട്ടൂണും ഈ പ്രിന്റിങ് കയറി വരും, പാച്ച് ചെയ്തിട്ട്. അപ്പോൾ ആക്ച്വലി ടെക്നോളജി ഡിക്റ്റേറ്റഡ് യുവർ സ്റ്റൈൽ ടു എൻ എക്സ്റ്റെൻറ്റ്. ഇപ്പോൾ ഡേവിഡ് ലോയിൻ്റെ ഒക്കെ ആ പാറ്റേൺ ഇവിടെ ആൾക്കാർ ഫോളോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം, ഇപ്പോൾ ലക്ഷ്മൺ സ്വന്തം കലയെപ്പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അപ്പം നമ്മളാരും കാർട്ടൂണിനെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കാറില്ല. I would get the drapery right now. The drapery. അങ്ങനെ ഫില്ലിൻ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഹിന്ദുവിൽ ഞാൻ വരച്ചിരുന്നത് ചെറിയ കാർട്ടൂണല്ല, വലുതാണ്. ഡിസ്പ്ലേ കാർട്ടൂൺസാണ്, എഡിറ്റോറിയൽ കാർട്ടൂൺസാണ്. പോക്കറ്റ് കാർട്ടൂൺസിൽ ഇങ്ങനെ ഫില്ലിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ലക്ഷ്മണൻ്റെ പോക്കറ്റ് കാർട്ടൂൺസിനൊക്കെ വളരെ ഡീറ്റെയിലാണ്. പിന്നെ ആ ടെക്നോളജി മാറിയപ്പോൾ ഓഫ്സെറ്റ് പ്രസ്സൊക്കെ വന്നപ്പോൾ വൈറ്റ് സ്പേസ് വിടാൻ പറ്റി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് സ്പേസ് തന്നെ ഡ്രമാറ്റിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വിജയനൊക്കെ ചെയ്ത പോലെ വിജയൻ്റെ ഒക്കെ കാർട്ടൂൺസിൽ വിശാലമായിട്ടുള്ള വൈറ്റ് സ്പേസും. ഹിന്ദുവിലാണ് ഏറ്റവും നന്നായിട്ട് വിജയൻ്റെ കാർട്ടൂൺ അടിച്ചിരുന്നത്. 3 കോളം കാർട്ടൂൺ 2.25 കോളത്തിലേക്ക് റെഡ്യൂസ് ചെയ്ത് മാർജിൻ ഇല്ലാതെ ഗ്രേ പ്രിന്റിൽ ഫ്ലോട്ട് ചെയ്തിങ്ങനെ കിടക്കും കാർട്ടൂൺ. അസാമാന്യമായിട്ടുള്ള ഇമ്പാക്റ്റ്. അതിൻ്റെ എഡിറ്ററായിരുന്നു ജി കസ്തൂരി. ഈ വാസ് എൻ എക്സലൻറ്റ് വിഷ്വൽ പേഴ്സൺ. എങ്ങനെ പ്രിന്റ് ചെയ്യണമെന്ന് പറയാം, പ്രിന്റ് ടെക്നോളജി. വിജയൻ്റെ കാർട്ടൂൺ അത്രയും നന്നായിട്ട് ആരും അടിച്ചിട്ടില്ല. ഇങ്ങനെ അടിക്കണം. ഒരു 4 കോളം കാർട്ടൂൺസ് 3 അത് എഡിറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. reduced to 3.75 columns, print across 4 columns without margin. ഒരു എഡിറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്തൊരു കാർട്ടൂൺ ഡ്രസ്സിലേക്ക് അയക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ടെക്നോളജിയുടെ ഭാഗമാണ്. ആ എഡിറ്റർ അത്രയും ടെക്നോസാവി ആയിരുന്നു. നല്ല ആർട്ടിസൻസ് ഹിന്ദുവിലുണ്ടായിരുന്നു.
ഈ പുലിസാറൊക്കെ വരച്ചിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ നേരത്തെ ബ്ലോക്ക് മേക്കിംഗ് സമയത്തും വിജയന്റെ കാർട്ടൂണിൽ ഈ കറുത്ത പാട കയറി വരാതെ ഒരു കൺട്രോൾ ചെയ്തിരുന്നു പ്രിന്റിങ് ഇൻഫ്ലോ ഒക്കെ. അതിനൊക്കെ സൂക്ഷ്മമായിട്ട് അച്ചടിക്കണം. അച്ചടി ഒരു കലയാണ്, ഇതുപോലെ അതങ്ങനെ ചെയ്യണം. പിന്നെ ഇപ്പൊ ഇത്രയൊന്നും പ്രശ്നമില്ല, കാരണം ഇപ്പൊ നമ്മൾ തന്നെ സ്കാൻ ചെയ്ത് നമ്മൾ തന്നെ അയക്കുന്നു. പിന്നെ ഗ്രാഫിക്സിലുള്ള ഡിസൈനിലുള്ള ആൾക്കാർ അതിനൊന്ന് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് അടിച്ചാൽ മതി. വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പം വരയ്ക്കുന്ന ആൾക്ക് ഇപ്പോൾ കൂടുതൽ അതിൻ്റെ ഫൈനൽ ഇമേജിൻ്റെ മുകളിലുള്ള കൺട്രോൾ കൂടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാർട്ടൂണുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. പണ്ട് നമുക്കറിയില്ല. ഇപ്പോൾ if your block maker is not good, if your printing is not good, you can go haywire. You might have noticed, അദ്ദേഹം ബൈ ഹാൻഡ് വരച്ച ശേഷം പിന്നീട് അതിനെ ഐപാഡിൽ അതിനെ കറക്റ്റ് ചെയ്ത് അതിനെ കുറച്ചുകൂടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺട്രാസ്റ്റ് ചെയ്തിട്ട്, സോ ഹി യൂസസ് ബോത്ത് ടെക്നോളജി ടുഗദർ. ടെക്നോളജിയുടെ കൺസ്യൂമിങ് എങ്ങനെയാണ് ഈ ആർട്ട് കൺസ്യൂം ചെയ്യുന്നതുമായി പ്രധാനമായ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. കാരണം now after copies of the print, then it is tweeted and then it is shared on the Instagram and then on the website. Everywhere it comes in multiple stages. It's shared across different platforms, across different audience also. Many people don't actually see the cartoon on the, for example, the Indian Express doesn't come here in Kerala, but we almost see it on a mailing list or on Twitter when you share it. അപ്പോൾ ഈ കൺസ്യൂമിംഗ് ഓഫ് കാർട്ടൂൺ മാറിയിട്ടുള്ളൊരു സാഹചര്യത്തെക്കുറിച്ച് അൾട്ടിമേറ്റ്ലി അത് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റും. യു സീയിങ് ഇറ്റ് ഓൺ ദ ഫോൺ. അപ്പോൾ ഫോണിൻ്റെ മൊബൈൽ ഫോണിൻ്റെ അകത്ത് അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, നമ്മൾ ഈ പോക്കറ്റ് കാർട്ടൂണാണ് ഞാൻ മിക്കവാറും വരയ്ക്കുന്നത്. അപ്പോൾ അതിൽ ആഴ്ചയിൽ 6 പോക്കറ്റ് കാർട്ടൂൺ വരയ്ക്കുമ്പോൾ റിഡക്ഷൻ ഫാക്ടറിനെ പറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ്ലി വറീഡാണ്. കാരണം ഇതിൻ്റെ ടെക്സ്റ്റൊക്കെ കാണാതായി പോകുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. ഇപ്പോൾ അത്ര പേടിക്കണ്ട ഡിജിറ്റലാണെങ്കിൽ. കാരണം യു ക്യാൻ പിഞ്ച് ഇറ്റ് അപ്പ്, യു ക്യാൻ ബ്ലോ ഇറ്റ് അപ്പ് ആൻഡ് സീ ഇറ്റ്, ഡീറ്റെയിൽസ് കാണുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി എഗെയിൻ നമ്മുടെ പണി കുറച്ചുകൂടി എളുപ്പമാക്കി. പിന്നെ വേറൊരു ഗുണം, ഞാൻ കളറിലേക്കൊന്നും പോയിട്ടില്ല. സ്വതസിദ്ധമായ ആലസ്യം കൊണ്ട് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും ഇങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ലൈനും ബ്ലാക്കും എഗൻസ്റ്റ് ദിസ് ലിറ്റ് അപ്പ് സ്ക്രീൻ ഇറ്റ് ലുക്സ് വെരി ഗുഡ്. ഇറ്റ് ഓൾമോസ്റ്റ് വേറെ സ്പേസിൽ നിൽക്കുന്ന പോലെ തോന്നുന്നു. ഫ്രെയിം ചെയ്ത ഒരു ഫീലിംഗ് പോലും ഇല്ല. ഇത് വെറും സ്പേസ് കയറി വരുന്ന പോലെ തോന്നുന്നു ഫിഗേഴ്സ്. ഈ ലൈക്ക് ഫിലിംസ് ഇപ്പോൾ ഒരു ഇൻഹറന്റ് മൂവ്മെന്റ് ഫിഗേഴ്സിന് ഒരു ഫോർഗ്രൗണ്ടിങ് തരും. നമ്മൾ കഴിഞ്ഞ് the phone open, image will just come to us, it's a flourish. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ വിഷ്വൽ ഫീൽ ഇസ് മച്ച് ബെറ്റർ. അതുകൊണ്ട് വരയ്ക്കുമ്പോൾ നന്നായിട്ട് വരയ്ക്കാം. അതുപോലെ ഐ തിങ്ക് ലക്ഷ്മണനെ കുറിച്ച് and also in digital disseminations are അല്ലെങ്കിൽ rediscovering of old cartoons, not rediscovering actually, continuing the old cartoons, rehashing it, people sharing old cartoons to comment or do things. That seems a very peculiar thing which is quite specific to cartoons in a sense, because ഓൾറെഡി ഒരു 1975 ലക്ഷ്മൺ ബോംബെയിലെ ഒരു സിറ്റുവേഷനെ കുറിച്ച് വരച്ച ഒരു കാർട്ടൂൺ 2021, 22, 23 അതേ സിറ്റുവേഷൻ, അതേപോലുള്ള നിലനിൽക്കുന്ന സിറ്റുവേഷനുകളെ ഈസി ആയിട്ട് കമന്റ് ചെയ്യാൻ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാർട്ടൂണുകളൊരു ലിമിനൽ ആവുമ്പോൾ തന്നെ ഒരു ലോങ് ഷെൽഫ് ലൈഫ് തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ളത്. ലോങ് ഷെൽഫ് ലൈഫ് ഒരു കാലത്തും ഇല്ലായിരുന്നു. കാരണം പണ്ട് കാലത്ത് ഈ ഓൾ ടൈം ക്ലാസിക്സ് എന്നൊക്കെ പറയുന്ന വലിയ പ്രമേയപരമായി ഔന്നത്യമുള്ള കാർട്ടൂണുണ്ട്. ഇപ്പോൾ ഡേവിഡ് ലോ ഹിറ്റ്ലറേയും സ്റ്റാലിനെയും കൂടി നിർത്തി വരച്ച കാർട്ടൂണൊക്കെയാണ് നമ്മൾ പല ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ പോലും കാണാം. അത്തരം ചുരുക്കം ചില സന്ദർഭങ്ങളിൽ വരച്ച കാർട്ടൂണുകളെ ക്ലാസിക്സ് ആയിട്ട് പറയപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ ഇന്റർനെറ്റ് കാരണം ഒരു പുതിയ സാധ്യതയുണ്ട്. കാർട്ടൂണിൻ്റെ ആർക്കൈവൽ കാർട്ടൂണിൻ്റെ റിട്രീവൽ, ഹോവർ എറാറ്റിക് ഓർ ഓപ്പർച്യൂണിസ്റ്റിക് റിട്രീവൽ ഇസ് പോസിബിൾ. അപ്പോൾ അത് ഒരു പുതിയ തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഈ ആർക്കൈവൽ കാർട്ടൂണിൻ്റെ ഇപ്പോൾ ലക്ഷ്മണൻ്റെ കാര്യത്തിൽ സംഭവിച്ച ഒരു കാര്യം നമ്മളിപ്പോൾ കാണുന്നത്, ലക്ഷ്മൺ മൈൽഡായിട്ട്
കാരണം അന്നത്തെ പുള്ളിയുടെ കണ്ടംപററി ഡൽഹി കാർട്ടൂൺസിനോട് കമ്പയർ ചെയ്താൽ പുള്ളി ദൂരത്തിരുന്ന് ഡൽഹി ബോംബെയിലിരുന്ന് ഡൽഹി രാഷ്ട്രീയം കണ്ട് ഒരകൽച്ചയോടുകൂടി ഒരല്പം മൃദുവായിട്ടൊക്കെ വരച്ച ആളാണ്. തീക്ഷ്ണമായിട്ട് രജീന്ദ്രപുരിയുടെ വിജയന്റെ രാഷ്ട്രീയമൊന്നും ലക്ഷ്മണിലില്ല. പക്ഷേ ലക്ഷ്മൺ ഈ വളരെ ഇന്നോവേറ്റീവ്സ് ആയിട്ടുള്ള ടെലിഫോണിനെ കുറിച്ച് 1960 വരച്ചൊരു കാർട്ടൂൺ ഇന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോണ്ടെക്സ്റ്റ് മാറുന്നതുകൊണ്ട്, കോണ്ടെക്സ്റ്റും നമ്മുടെ ഭരണകൂടം കൂടുതൽ ഹാർഡായി വരുന്നതുകൊണ്ടും പലതിലേക്ക് തലയിടുന്ന ഒരു ഭരണകൂടമായതുകൊണ്ടും ടെലിഫോൺ സർവീസ് സ്നൂപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് കോണ്ടെക്സ്റ്റ് മാറിയിട്ട് ഇത് അതിശക്തമായ ഒരു പുതിയ നവജീവനോടുകൂടിയാണ് ഇത് പ്രചരിക്കുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫിനോമിനാണ് കാർട്ടൂണിൻ്റെ രണ്ടാം ജന്മം. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ചിലപ്പോൾ കോണ്ടെക്സ്റ്റ് തെറ്റിയിട്ട് ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിലൊക്കെ പോകാൻ പറ്റും. അതിലൊരു ഇൻട്രസ്റ്റിംഗ് സാധനം ഞാൻ ലക്ഷ്മണൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുള്ളത്, ലക്ഷ്മണൻ്റെ ആഫ്റ്റർ ലൈഫ് ഇസ് വെരി ആക്റ്റീവ്, വെരി ഇൻട്രസ്റ്റിംഗ്. Sketch ചെയ്യുന്ന ഒരാൾ നേരത്തെ ഇറ്റ്സ് ഓബ്വിയസ് ഇൻ ദിസ് ഡോക്യുമെന്ററി ഓൾസോ ദാറ്റ് സ്കെച്ച് ഫോട്ടോ വെച്ച് വളരെ വിശദമായി തന്നെ സ്കെച്ച് ചെയ്യുകയും സാന്റാൻഡർ സ്ക്രൈബ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വരികയും സ്പൈസ് ആൻഡ് സോൾസ് ഓൾസോ ഇറ്റ്സ് എ ട്രാവലർ അക്രോസ് കേരള ഒരു സ്കെച്ച് ആൻഡ് ടെക്സ്റ്റ് ഇതിന്റെ ഒരു ബാലൻസ് ഉണ്ടല്ലോ. ഇസ് ദർ thoroughly enjoyable and it's a very